മിസൈലിനേക്കാൾ ഉപരിയായി ഇതിന്റെ വിക്ഷേപണ രീതിയാണ് ഡൂംസ്ഡേ എന്ന പേരിന് കാരണം. US നേവിയുടെ E-6B എന്ന വിമാനത്തിൽ നിന്നാണ് ഈ പരീക്ഷണ വിക്ഷേപണം നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ വിമാനത്തെയാണ് ഡൂംസ്ഡേ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഒരു ആണവ യുദ്ധം ഉണ്ടാവുകയും ഭൂമിക്കടിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരുകയും ചെയ്താലും ആകാശത്ത് പറക്കുന്ന ഈ വിമാനത്തിലിരുന്ന് അമേരിക്കൻ നേതൃത്വത്തിന് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉത്തരവിടാൻ സാധിക്കും. ശത്രുരാജ്യം ആക്രമിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്ന് ബോധ്യപ്പെടുന്ന ന്യൂക്ലിയർ ഡീറ്ററൻസ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. വിക്ഷേപണ ഉത്തരവ് ലഭിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ മിസൈൽ അന്തരീക്ഷത്തിന്റെ മുകളിലത്തെ പാളികളിലേക്ക് കുതിക്കും. ബഹിരാകാശത്തിന് തൊട്ടടുത്തിയ ശേഷം ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് അതിവേഗം താഴേക്ക് പതിക്കുന്നു. 30 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നതിനാൽ തന്നെ പ്രതിരോധിക്കാൻ ശത്രുരാജ്യത്തിന് സമയം ലഭിക്കണമെന്നില്ല. ഇതിന്റെ സ്ഫോടനം ഒരു നഗരത്തെ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. ആണവ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ വായുവിലേക്ക് ഉയരുന്ന കരിയും പുകയും സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയിൽ അതിശൈത്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെയാണ് ന്യൂക്ലിയർ വിന്റർ എന്ന് വിളിക്കുന്നത്. ഇത് കൃഷി നശിപ്പിക്കാനും കോടിക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിയിടാനും കാരണമായേക്കാം. ലോകം സംഘർഷഭരിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഓരോ പരീക്ഷണങ്ങളും അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ഈ പരീക്ഷണത്തിന് ബന്ധമില്ല എന്ന് US പ്രസ്താവിച്ചു. എങ്കിലും ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ആണവ സന്നദ്ധതയുടെ നിലവാരം പരിശോധിക്കാനും മിസൈൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും ഈ പരീക്ഷണം സഹായിച്ചുവെന്ന് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ കാരി റേ പറഞ്ഞിരിക്കുകയാണ്. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡാണ് ഈ ഒരു മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ പസഫിക് സമുദ്രത്തിലെ മാർഷൽ ഐലൻഡിന് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് ഈ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വിനാശകാരിയുമായ ആയുധമായാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമായേക്കാവുന്ന പ്രഹരശേഷിയുള്ളതിനാലാണ് ഇതിനെ ലോകാവസാന മിസൈൽ എന്ന് വിളിക്കുന്നത്.